ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 15-ാം നൂറ്റാണ്ടിൽ ഇക്വഡോറിലെ ക്യൂറ്റോയിൽ ജീവിച്ചിരുന്ന സ്പാനിഷ് സന്യാസിനിയായ മരിയാന ഡെ ജീസസ് ടോറസിന് 1594 ഫെബ്രുവരി 2 മുതൽ 1634 ഫെബ്രുവരി 2 വരെ അനേകം തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1594 ഫെബ്രുവരി 2-ാം തീയതി അതിരാവിലെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇടതു കൈയിൽ ഉണ്ണിയേശുവും വലതു കൈയിൽ സ്വർണ്ണ അംശവെടിയുമായി പ്രത്യക്ഷപ്പെട്ട അമ്മ താൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് പറഞ്ഞുകൊണ്ട് മരിയാനോയ്ക്ക് സ്വയം വെളിപ്പെടുത്തി. തുടർന്ന് പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ മരിയാനോയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. മരിയാനോയുടേത് ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കുമെങ്കിലും ഒരിക്കലും ധൈര്യം കൈവെടിയരുത് എന്നതായിരുന്നു അവയിലൊന്ന്. അമ്മ നൽകിയ ഉണ്ണിയേശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മരിയാന ഈശോയുടെ ബഹുമതിക്കും മഹിമയ്ക്കും എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ശക്തി ആർജിച്ചു. നിരവധി തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് മരിയാനയ്ക്ക് നൽകിയ സന്ദേശങ്ങൾ പിന്നീട് മരിയാന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ ആത്മീയ മേഖലയിൽ വരാനിരിക്കുന്ന തകർച്ചകളായിരുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ധാർമ്മിക ജീവിതം അധംപതിക്കുമെന്നും വിവാഹമെന്ന കൂദാശയുടെ പവിത്രത നഷ്ടപ്പെടുമെന്നും ജനങ്ങൾക്കും മറ്റു പുരോഹിതർക്കും ഉതുപ്പ് നൽകുന്ന പുരോഹിതർ ഉണ്ടാകുമെന്നും കുട്ടികളുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുമെന്നും സ്ത്രീകൾ എളിമയില്ലാത്തവരാകുമെന്നും ലൈംഗിക പാപങ്ങൾ വർദ്ധിക്കുമെന്നും അത് ഒരുപാട് ആത്മാക്കളെ നശിപ്പിക്കുമെന്നും ദൈവവിളികൾ കുറയുമെന്നും അമ്മ പറഞ്ഞു. എന്നാൽ ഈ ആത്മീയ തകർച്ചകൾക്ക് ശേഷം ഒരു ആത്മീയ വളർച്ച ലോകത്തിൽ ഉണ്ടാകുമെന്നും അമ്മ പറഞ്ഞു. തൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നും അതുവഴി ആ കോൺവെന്റ് അനുഗ്രഹിക്കപ്പെടുമെന്നും മരിയാനോയോട് അമ്മ പറഞ്ഞു. 1634 അവസാനമായി മാതാവ് മരിയാനോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. 1635 ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്രയായ മരിയാനോയുടെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നതും അത്ഭുതകരമായ ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയോട് നമുക്കും മധ്യസ്ഥം തേടാം.